റിലേറ്റീവ്സിന്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി എന്താണെന്നും ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെന്നും അതിന്റെ സാധ്യതകൾ എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കാർബൺ ക്രൗഡിന്റെ ഭാഗത്തുനിന്നും ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ഞാനിപ്പോ തമിഴ്നാട്ടിലെ വിരുദാചലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ കുറച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ചെറുതായിട്ട് റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. അത് നമ്മുടെ വോയിസ് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടാൻ ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് സോറി ഫോർ ദാറ്റ്. ആൻഡ് ഞാൻ എന്റെ സ്ക്രീനും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നേരിട്ട് നമ്മുടെ പ്രസന്റേഷനിലേക്ക് കിടക്കാം. എന്നെ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രവികുമാർ, വീട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ഞാൻ ഈ മഹത്തായ കമ്പനിയുമായിട്ട്, അതായത് കാർബൺ ക്രൗഡ് LLCയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 4 മാസത്തോളമായി. ഈ ഒരു വണ്ടർഫുൾ ജേണിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമ്മളൊരു നമ്മുടെ കമ്പനിയുടെ ഒരു എന്താ പറയുക സ്ലോഗൻ തന്നെ പ്രകൃതി സംരക്ഷണത്തിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മളുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രകൃതിക്ക് എന്തെങ്കിലും തരത്തിലൊരു കോട്ടം തരുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ ഒരു കമ്പനി എൻറ്റയർലി നമ്മളുടെ പ്രകൃതി സംരക്ഷണത്തിൽ കൂടെ നമ്മളെല്ലാം ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നും ഇതിന്റെ സാധ്യതകൾ എന്താണെന്നും നിങ്ങളുമായിട്ട് പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ നമ്മളുടെ ഈ ഒരു ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഉള്ള ഈ ഒരു പ്രസന്റേഷനിൽ 3 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. സോ ആദ്യമായി എന്താണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി, ആരാണ് ഈ കമ്പനിയുടെ മാനേജ്മെന്റ്, എന്തുമാത്രം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രെഡിബിലിറ്റി ഉള്ളതാണ്, എന്തുമാത്രം സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്നത് ഈ കമ്പനി പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് ഈ കമ്പനിയുടെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ ആ പ്രോജക്റ്റിന്റെ സാധ്യത എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു പാർട്ടിൽ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ അസറ്റ്, അതിന്റെ സാധ്യത എന്തുമാത്രം ഉണ്ട്, നമ്മൾ ഓരോരുത്തരും പേഴ്സണലി നമ്മൾ ഈ ഒരു ഡിജിറ്റൽ അസറ്റ് വാങ്ങി വെക്കുന്നത് നമ്മളുടെ ഭാവിയിലെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയിലേക്ക് എന്തുമാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. മൂന്നാമതായി ഈ ഒരു അസറ്റ് വാങ്ങിച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലോങ് ടേം ബെനിഫിറ്റുകളും അതുപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വൺസ് മോർ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാർബൺ ക്രൗഡ് LLCയുടെ ഈ മഹത്തായ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ അസറ്റിന്റെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് അതൊരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ, അത് ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതോ, ഇതെല്ലാം തന്നെ ആത്യന്തികമായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തിന്റെയും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നന്നത്തെ ലൈഫ് ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതിന്റെ ഉപരിയായിട്ട് ഫ്യൂച്ചറിലേക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക സുസ്ഥിരത എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ പണം ഒരു തടസ്സമല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻകവും വെൽത്തും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മാസത്തെയും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും വരുമാനത്തെ നമ്പേഴ്സിൽ എണ്ണുന്നതാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് വെൽത്തി ആണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വെൽത്തിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകത്തിനെ നമ്മൾ നമ്പേഴ്സിൽ മെഷർ ചെയ്യുമ്പോൾ വെൽത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ടൈം ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള വരുമാനം ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വരുമാനം സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണോ നല്ല രീതിയിൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നത്, അതേ ലൈഫ് സ്റ്റൈൽ പിന്നീട് എത്ര മാസത്തേക്ക് ഇൻകം ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു 50,000 രൂപ വരുമാനം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഇൻകം നിൽക്കുന്നു, 50,000 രൂപയുടെ ആ ഇൻകം നിൽക്കുന്നു.
അപ്പോഴും 50,000 രൂപ ലഭിച്ചുകൊണ്ടിരുന്നപ്പോ എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, ഏതുതരം ജീവിത സാഹചര്യങ്ങളിൽ കൂടെയാണോ അവർ പോയിരുന്നത്, ഏതുതരം സ്കൂളിലാണ് അവരുടെ മക്കൾ പഠിച്ചിരുന്നത്, ഏതുതരം ജീവിത നിലവാരത്തിൽ അവരുണ്ടായിരുന്നു, അതേ ലൈഫ് സ്റ്റൈല് പിന്നീട് ഈ ഇൻകം ഇല്ലെങ്കിലും എത്ര കാലത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്റെ വെൽത്ത് 6 മാസം, എന്റെ വെൽത്ത് 6 വർഷം. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, അടുത്ത 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് അവര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാരണവന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ആ 5 തലമുറ എന്ന് പറയുന്ന ടൈമാണ് യഥാർത്ഥത്തിൽ അതിന്റെ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി നമുക്ക് കുറച്ച് ഇൻകം സമ്പാദിച്ചു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അപ്പുറത്തേക്ക് ഒരു വെൽത്ത് ക്രിയേഷനുള്ള ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്പനിയാണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി. ഇനി എന്താണ് ഈ കമ്പനി, അല്ലെങ്കിൽ എന്താണ് ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്ന് നോക്കാം. USA നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഗ്ലോബൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നടക്കുന്നത് ഓൾ ഓവർ ദി വേൾഡ് ആണ്. അതുകൊണ്ടാണ് ഗ്ലോബലി ആണ് നമ്മളുടെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. ബട്ട് ഒരു അഫിലിയേഷൻ മോഡലിൽ നമ്മളുടെ ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ റീജിയൻസിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി നമുക്ക് തരുന്ന ഒരു സർവീസ് എന്താണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ഈ കമ്പനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ല സുഹൃത്തുക്കളെ. ഇവിടെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുന്നില്ല, അതിന് നമ്മൾ ROI നൽകുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ് കാർബൺ ക്രൗഡ് ചെയ്യുന്നത്? കാർബൺ ക്രൗഡ് ഒരു ഡിജിറ്റൽ അസറ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അസറ്റ് ആണ്. ഇനി എന്താണ് ആ ഡിജിറ്റൽ അസറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 90കളിലൊക്കെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, നമുക്കൊക്കെ ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 90s അല്ലെങ്കിൽ 80s എന്നൊക്കെ പറയുന്നത് ഇപ്പൊ മിഡിൽ ക്ലാസ് ആയിട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 80സിലും 90സിലൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ അത്രയധികം ഫോക്കസ്ഡ് അല്ലായിരുന്നു. കാരണം നമ്മളുടെ അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛനോ, അല്ലെങ്കിൽ നമ്മളുടെ 2 തലമുറയ്ക്ക് മുൻപുള്ള ആളുകളെല്ലാം തന്നെ അന്നത്തെ കൃഷിയും മറ്റുള്ള രീതിയിലുള്ള ജീവിത കാര്യങ്ങളും എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അന്ന് കുറച്ചും കൂടെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് പീപ്പിൾസ് എല്ലാം തന്നെ അന്നത്തെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2005-6 കാലഘട്ടങ്ങളിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതുമായിട്ടോ അത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെയും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ ഈ 2026 എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി നമ്മൾ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് നമുക്കൊരു ഉറപ്പായിട്ടും പറയാൻ സാധിക്കില്ല. കാരണം സ്വിഗ്ഗിയുടെ ഒക്കെ ഷെയർസിന്റെ അവസ്ഥ ഇപ്പോ കഴിഞ്ഞ 2 വർഷം മുമ്പ് അവര് IPO ലിസ്റ്റിംഗിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കൊറോണ പോലത്തെ ഓരോരോ സംഭവ വികാസങ്ങൾ നടക്കുന്നു. ഇതൊക്കെ തന്നെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗ്രോത്ത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഗോൾഡ് ആണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ എന്താണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് നോക്കുന്ന സമയത്താണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള NFTs ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ NFT, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല, ബിക്കോസ് ഇതൊരു വലിയ സബ്ജക്ട് ആയതുകൊണ്ടും ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടും ക്രിപ്റ്റോന്റെ മേഖലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് അതിൽ എന്താണ് NFT എന്ന് മാത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം എന്തുകൊണ്ട് ഈ കമ്പനിയുടെ NFTs ഇത്രയധികം സുസ്ഥിരമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ വളർച്ചാ സാധ്യത ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനു മുമ്പ് ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രഹാം സ്മിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്, ഈ സ്ലൈഡിൽ കാണുന്ന ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് കാണുന്ന മിസ്റ്റർ വില്യം H. വൈറ്റ് ആണ് നമ്മളുടെ ചീഫ് ഫിനാൻസിംഗ് ഓഫീസർ. ഇവർ രണ്ടുപേരും ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതുപോലെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ അസറ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ബ്ലോക്ക് ചെയിനും മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യുന്നവരാണ് CFO ആൻഡ് CTO. പക്ഷെ നമ്മൾ ഈ സ്ലൈഡിന്റെ മധ്യഭാഗത്ത് കാണുന്ന മിസ്റ്റർ VK ലതീഷ്, ഇദ്ദേഹം
നമ്മുടെ കമ്പനിയുടെ പ്രോജക്ട് ഹെഡ് ആണ്. ഈ പ്രോജക്ട് ഹെഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിജിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ബന്ധമുണ്ട് ലതീഷ് സാർ എന്ന് പറയുന്ന നമ്മളെ പ്രോജക്ട് ഹെഡിന്. സോ അതിനുവേണ്ടി ആരാണ് ലതീഷ് സാർ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്താണെന്നും കൂടെ നോക്കാം. ലതീഷ് സാറ് എൻ ഐ ടിയില് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ജയ്പൂരിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ജയ്പൂർ NIT-യിലാണ് പഠിച്ചത്. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, അത് ലാഹോംസ് എന്നുള്ള പേരിൽ 17 വർഷം വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ പീരീഡിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു വഴി ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള മറ്റൊരു മേഖലയായിട്ടുള്ള കാർബൺ അസറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിന്റെ സാധ്യത, അതിന്റെ ഒരു പോസിബിലിറ്റി ഇന്ത്യയിലും ലോകത്തും മനസ്സിലാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് ടെക്നിക്കൽ കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി US-ൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് എല്ലാം GHG മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ചിക്കാഗോ ക്ലൈമറ്റ് രജിസ്ട്രിയിൽ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ കാർബൺ ഫുട് പ്രിന്റ് ഓഡിറ്ററും കൂടെയാണ് VK ലതീഷ് എന്ന് പറയുന്ന ഇദ്ദേഹം. സോ ഈ 3 ടെക്നിക്കൽ സൈഡിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ ലീഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒന്നാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പ്രൊഡക്റ്റിന്റെ 2 പാർട്ടുകളാണുള്ളത്. ഞാൻ പറഞ്ഞു ഇതൊരു ഡിജിറ്റൽ അസറ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ആ അസറ്റ് എന്ന് പറയുന്നത് NFT ആണ്. ആ NFT-യെ നമുക്ക് കാർബൺ NFT എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ കാർബൺ NFT-ക്ക് 2 പാർട്ടാണുള്ളത്. ഒന്ന് കാർബൺ എന്താണെന്നുള്ളതും അതുപോലെ NFT എന്താണെന്നുള്ളതും. ആദ്യമായിട്ട് NFT എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ വേർഡുകളിൽ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NFTs എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോയാണ്. ഓക്കെ, ക്രിപ്റ്റോയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. കറൻസി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബിറ്റ്കോയിൻ പോലത്തെ കറൻസികൾ ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി കോയിൻസ് ഉണ്ട്. ഇപ്പൊ ETH, ഈതർ എന്ന് പറയുന്ന ETH എത്തേറിയം ബ്ലോക്ക് ചെയിനിന്റെ എക്കോസിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ്. അതുപോലെ BNB എന്ന് പറയുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിന്റെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവര് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ് BNB എന്ന് പറയുന്നത്. സൊളാനയുടെ ബ്ലോക്ക് ചെയിനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ് സൊളാന എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ ഒരുപാട് യൂട്ടിലിറ്റി കോയിൻ ഉണ്ട്. അത് രണ്ടാമത്തെ ഒരു ടൈപ്പ് ആണ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. സ്റ്റേബിൾ കോയിൻസ് നമുക്ക് അറിയുന്നത് പോലെ വിലയിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ ഒറിജിനൽ കറൻസിയുമായി ബാക്കപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് USDT. ഒരു USDT എന്ന് പറയുന്നത് ഒരു US ഡോളറിന്റെ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു USDT അവർ പുറത്തിറക്കുമ്പോൾ ഒരു US ഡോളർ അവിടെ ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെതർ കമ്പനി വെക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. USDT മാത്രമല്ല USDC ഉണ്ട്, DAI ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോയാണ്, ഇനിയും വേറെ 2-3 ഉണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. അതിൽ മറ്റൊരു ടൈപ്പ് ക്രിപ്റ്റോ ആണ് NFT എന്നറിയപ്പെടുന്ന നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നാണ് NFT-യുടെ ഫുൾ ഫോം. ഫഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസബിൾ എന്നാണ്. നോൺ ഫഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതായത് ഓരോ NFTസും മറ്റൊരു അസറ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു NFT-യുമായി റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത വിധം യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ അസറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ഓരോ NFTസും. അപ്പൊ ഓരോ NFTയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റിയൽ അസറ്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി NFT-യുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആരംഭകാലങ്ങളിൽ കളക്റ്റബിൾ തിങ്സ് ആണ് NFTs ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും നല്ല പെയിന്റിങ്, അല്ലെങ്കിൽ ഒരു നല്ല മ്യൂസിക്, അതല്ലെങ്കിൽ ഒരു നല്ല ഫോട്ടോ ഒക്കെയാണ് ആദ്യം കാലങ്ങളിൽ NFT ആയിട്ട് വന്നിരുന്നത്. അത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനും കൊണ്ട് വളരെ വലിയ രീതിയിൽ പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ള NFTs ആണ്. തീരെ ചെറിയ പ്രൈസിന് $10 സ്റ്റാർട്ട് ചെയ്ത ഓരോ NFT മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ വഴി 125 കോടി രൂപ വരെയൊക്കെ വില ഉയർന്നിട്ടുള്ള NFTs ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഇതിനെന്തിനാണ് ഇപ്പൊ ഇത്ര വില എന്ന് തോന്നും, പക്ഷെ ആ പിക്ചറിനല്ല, അതിന്റെ ഓണർഷിപ്പിനാണ് യഥാർത്ഥത്തിലുള്ള വില. അതിന്റെ ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഡിജിറ്റൽ സ്മാർട്ട് കോൺട്രാക്റ്റിനാണ് യഥാർത്ഥത്തിലുള്ള വില എന്ന് പറയുന്നത്. ഓക്കെ, ആരംഭകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കളക്റ്റബിൾ തിങ്സ് ആയിരുന്നു. പിന്നീട് ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള എൻട്രി എന്നുള്ള രീതിയിൽ NFTs വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് NFTകൾ കുറച്ചും കൂടെ സുതാര്യമായി, കുറച്ചും കൂടെ വിശ്വാസയോഗ്യമായി. കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഇന്ന് NFTs ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് ദുബായിലൊക്കെ ഒരു വലിയ പ്രോപ്പർട്ടി, ഒരു 100 കോടിയുടെ പ്രോപ്പർട്ടി ഒറ്റയടിക്ക് വിൽക്കാതെ അത് ഫ്രാക്ഷൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ 10,000 NFT ആക്കിയിട്ട് വിൽക്കുന്ന രീതിയൊക്കെ നിലവിലേക്ക് വന്നു. അതുകൂടാതെ പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള NFTകളും നിലവിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ
പ്രൊജക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു NFT മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഓക്കെ, ഇനി എന്താണ് ആ പ്രോജക്റ്റ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അവിടെയാണ് കാർബൺ NFT എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർബൺ എന്ന പാർട്ടിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ എന്താണ് നമ്മുടെ NFT ബാക്കപ്പ് ചെയ്യുന്ന റിയൽ പ്രോജക്റ്റ്? ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് കാർബൺ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ NFT കാർബൺ NFT എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇനി കാർബൺ ക്രെഡിറ്റ്? അതും കൂടെ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നമ്മുടെ NFT വാങ്ങിക്കണം, എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ളത് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു എന്നുള്ള ആ ഒരു പാർട്ടിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ കാർബൺ ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാർബൺ ക്രെഡിറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ ചിലപ്പോൾ അത് കേട്ടിട്ട് തന്നെ ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരുപക്ഷെ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വേർഡാണ് ഗ്ലോബൽ വാർമിംഗ്, അതല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, എയർ പൊല്യൂഷൻ. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളത് അനുഭവിച്ചതും കൂടെയാണ്. കഴിഞ്ഞ ഈ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 15-20 ദിവസം മുമ്പത്തെ ചൂടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. എന്തുമാത്രം ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മളെ ഡയറക്ട്ലി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതായത് ഒരു കഴിഞ്ഞ വർഷം വരെ AC എന്ന് പറയുന്നത് ഒരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്ന് AC എല്ലാ വീട്ടിലും അത്യാവശ്യമായി മാറി എന്നുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ അറിയാം കേരളത്തിൽ തന്നെ ടെമ്പറേച്ചർ എന്തുമാത്രം കൂടിയിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഇത് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങൾ ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം ഇത് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ്? ഭൂമിയുടെ ആവറേജ് സർഫേസ് ടെമ്പറേച്ചർ കൂടുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഒക്കെ വരുന്നത് ഇതുമായി കണക്റ്റഡ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഓസോൺ ലെയർ ഉള്ളതുപോലെ, ഓസോൺ ലെയറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നതാണ്, ഓസോൺ പാളി അല്ലെ. ഇതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒരു ലെയർ ഉണ്ട്, ഹരിത ഗൃഹവാതകങ്ങളുടെ ഒരു ലെയർ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഉണ്ട്. സോ ഇത് സത്യത്തിൽ ഭൂമിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലെയർ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും ഉൾപ്പെടെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒരു ലെയർ ഭൂമിയുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സത്യത്തിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന എനർജി, അത് ഹീറ്റ് എനർജിയും അതുപോലെ ലൈറ്റും ഭൂമിയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ ലെയർ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന ഹീറ്റിനെ ഒരു പരിധി വരെ മുഴുവനായിട്ടും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോവാതെ, അതായത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തു പോവാതെ പിടിച്ചു നിർത്തുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ആ ഒരു ലെയർ ആണ്. പക്ഷെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി ഒരുപാട് തൊഴിൽ ശാലകൾ ഉണ്ടായി, അതുപോലെ തന്നെ ഒരുപാട് ഫാക്ടറീസ് വന്നു, ഒരുപാട് വെഹിക്കിൾസ് വന്നു, പോപ്പുലേഷൻ കൂടി, ഇനി ഈവൻ AC പോലത്തെ സംവിധാനങ്ങളൊക്കെ കൂടി വന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ വല്ലാണ്ട് കൺട്രോളിന്റെ അപ്പുറത്തേക്ക് പോയപ്പോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലെയർ വല്ലാണ്ട് കട്ടി കൂടുകയും അതിന്റെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന ഹീറ്റ് എനർജീനെ റിഫ്ലക്ട് ചെയ്യുന്നത് തീരെ കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ആവറേജ് സർഫേസ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഗ്ലോബൽ വാർമിംഗിന്റെ കാരണം. ഓക്കെ, അപ്പോ ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്, ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഓവർ എമിഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്നു, കേരളത്തിനെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമല്ല, മൊത്തം ഭൂമിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ തടുക്കാനും ഇതിനെ ചെറുക്കാനും വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺഫറൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2015 മുമ്പ് തന്നെ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 2015 ഈ രാജ്യങ്ങളെല്ലാവരും ഏകദേശം 190-ൽ കൂടുതൽ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പാരീസിൽ വെച്ച് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്ത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലെയർ ഇങ്ങനെ തിക്നെസ് ഇങ്ങനെ കൂടി വരുന്നത് തടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. അപ്പം മാത്രമേ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള തീരുമാനത്തിലെത്തി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയും നിലവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിലേക്കും ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. എല്ലാ ലോകരാജ്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി
എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ നിർവീര്യമാക്കിയാൽ അല്ലെങ്കിൽ അതിന്റെ റിഡക്ഷൻ നടത്തുന്നതിനെയാണ് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു യൂണിറ്റ് ആണ്. എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ റിഡക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർബൺ ക്രെഡിറ്റിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ $2 മുതൽ $200 വരെ വിലയുണ്ട്. ഒരു ആവറേജ് നമുക്കൊരു $40 എന്ന് കണക്കാക്കിയ പോലും 4000 രൂപയൊക്കെ ഒരു കാർബൺ ക്രെഡിറ്റിന് നിലവിൽ വിലയുണ്ട്. ഇതാരാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറികളും അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രീസുമാണ് ഇത് വാങ്ങിക്കേണ്ടി വരിക. കാരണം അവർക്ക് ഒരു വർഷം പുറന്തള്ളാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ലിമിറ്റ് ഗവൺമെന്റുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ 490ഓളം കമ്പനികൾക്ക് ആ ഒരു ലിമിറ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എമിഷൻ നടത്തുന്ന എല്ലാ കമ്പനികളും എല്ലാ ഫാക്ടറികളും അവരെ എത്രയാണോ എക്സ്ട്രാ എമിഷൻ നടത്തിയത്, ഇപ്പൊ 100 ആണ് ഗവൺമെന്റ് കൊടുത്ത ലിമിറ്റ്, 150 ടൺ എമിഷൻ നടത്തിയെങ്കിൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഈ 50 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ ഇത്തരത്തിലുള്ള കാർബൺ ക്രെഡിറ്റ് വാങ്ങി അവര് ഓഫ്സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അത് BEയുടെ അണ്ടറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി മന്ത്രാലയവും ഊർജ്ജ മന്ത്രാലയവും അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ നിലവിലുണ്ട്. ഇതിനൊക്കെ പുറമെ ഇപ്പൊ തന്നെ 490 കമ്പനികൾക്ക് ഇത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ മാസങ്ങൾ കൂടുമ്പോഴും ഇതിലേക്ക് പുതിയ പുതിയ കമ്പനികൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ 2027-28 ഒക്കെ ആകുമ്പോഴേക്ക് ഈ 490 എന്നുള്ളത് 5000 കമ്പനികളും 50000 കമ്പനികളും 5 ലക്ഷം കമ്പനികളും ഒക്കെ ആയിട്ട് മാറും. ആ സമയത്താണ് ഈ കാർബൺ ക്രെഡിറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആവശ്യകത വരാൻ വേണ്ടി പോകുന്നത്. ആ കാർബൺ ക്രെഡിറ്റിന്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിനെയാണ് നമ്മൾ NFT ആക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളുടെ NFTയുടെ പ്രത്യേകത എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കും. ഇത് പ്രകൃതി സംരക്ഷണവുമായി ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു NFT ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കാർബൺ ക്രെഡിറ്റുകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് 3 പ്രൊജക്റ്റുകളാണ് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നു എന്നല്ല കേട്ടോ, 2028 ചെയ്യുന്നു, 2030 ചെയ്യുന്നു എന്നല്ല, നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പ്രൊജക്റ്റുകളുണ്ട്. ഈ 3 പ്രൊജക്റ്റിനെയാണ് നമ്മൾ NFT ആക്കി മാറ്റിയിട്ടുള്ളത്. എന്താണ് ആ 3 പ്രൊജക്ട് നോക്കാം. ആദ്യത്തേത് റീജനറേറ്റീവ് അഗ്രികൾച്ചർ, രണ്ടാമത്തേത് ലിക്വിഡ് ട്രീ പ്രോജക്ട്, മൂന്നാമത്തേത് ഡീകാർബണൈസിംഗ് സ്റ്റേഷൻസ്. എന്താണ് ഈ പ്രോജക്റ്റ് എന്നും കൂടെ എളുപ്പത്തിലൊന്ന് നോക്കി പോവാം. ആദ്യത്തേത് റീജനറേറ്റീവ് അഗ്രികൾച്ചർ. ഓക്കെ, ഈ റീജനറേറ്റീവ് അഗ്രികൾച്ചർ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് നമുക്ക് കാർബൺ ക്രെഡിറ്റ് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാണ്ടാക്കുക? വളരെ സിമ്പിൾ ആണ്. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് പോലെ മരങ്ങളും ചെടികളും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് പകരം ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ്, വനവൽക്കരണമാണ്. സോ ഇത് ആണ് കാർബൺ ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് തോന്നും, ഇതൊക്കെ ഒരു വലിയ ബിസിനസ് ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ആണ്. കാരണം ഈ മേഖലയിൽ റിലയൻസ് പോലത്തെ കമ്പനികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുക. റിലയൻസ് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷെ മറ്റൊരു പേര് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വൻധാര എന്ന് പറയുന്ന പ്രോജക്റ്റ്. വൻധാര എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഗുജറാത്തിലെ ജാംനഗറിലെ മുകേഷ് അംബാനിയുടെ മോനായിട്ടുള്ള ആനന്ദ് അംബാനിയുടെ ഒരു വലിയ പ്രോജക്റ്റ് ആണ് വൻധാര. ഏകദേശം 3500ഓളം ഏക്കറിൽ അവർ കൃത്രിമമായിട്ട് ഒരു വനം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവര് ആനകളെ മറുവശത്ത് വലിയൊരു ബിസിനസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതാണ് കാർബൺ ക്രെഡിറ്റ്. ഈ 3500 ഏക്കറിൽ ഉള്ള മരങ്ങൾ എന്തുമാത്രം കാർബണിനെ വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളുന്നു എന്നുള്ളത് അവർ മെഷർ ചെയ്യുന്നു, അതിനെ ഒരു പ്രൂഫാക്കി മാറ്റുന്നു. ആ പ്രൂഫിനെ കാർബൺ അസറ്റ് ആക്കി മാറ്റിയിട്ട് കാർബൺ ക്രെഡിറ്റ് കാർബൺ അസറ്റ് ആക്കി മാറ്റിയിട്ട് അവരുടെ വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരേക്കും 3000 കോടി രൂപയുടെ ഒരു റവന്യൂ അതുവഴി അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് അവർ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, അവരുടെ തന്നെ ഒരുപാട് കമ്പനികളോടെ പ്രവർത്തിക്കുന്ന നമുക്കറിയാം. അവർക്ക് വേണ്ടി തന്നെ അവരത് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പൊ റിലയൻസ് പോലെ ഒരു ഇൻഡസ്ട്രി ഏകദേശം ഒരു 20 വർഷം മുമ്പ് തന്നെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി അതിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ അദാനി ചെയ്യുന്നുണ്ട്, ഷെൽ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യപ്രദേശിലൊക്കെ വലിയൊരു കമ്പനി വലിയ രീതിയിൽ കാർബൺ ക്രെഡിറ്റ് പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
അതേ സംഭവം തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മെത്തേഡ്, അതായത് അംബാനി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വനവൽക്കരണം എന്ന് പറയുന്ന മെത്തേഡ് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് റീജനറേറ്റീവ് അഗ്രികൾച്ചർ. അതായത് നമ്മൾ ഇനിയിപ്പോ എഗെയിൻ നമ്മളൊരു 3000 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ മരങ്ങൾ വെച്ച് നമുക്ക് അതുവഴി കാർബൺ ക്രെഡിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ടൈം എടുക്കും. സോ അതുകൊണ്ട് നമ്മൾ ഫാർമേഴ്സുമായി കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫാർമേഴ്സുമായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഒരു ഫാർമർ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് അദ്ദേഹത്തിന് എന്ത് കൃഷി വേണമെങ്കിൽ ചെയ്യാം, അതിന്റെ വരുമാനം അദ്ദേഹത്തിന് എടുക്കാം. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു ലാൻഡ് വഴി കാർബൺ ക്രെഡിറ്റിന് വേണ്ടി നമുക്ക് ആ പ്രോജക്റ്റ് എൻറോൾ ചെയ്യിക്കാൻ സാധിക്കും. അപ്പൊ അവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനി ചെയ്യും. നമ്മുടെ കമ്പനി മീൻസ് കാർബൺ ക്രൗഡിന് വേണ്ടി ഈ പ്രോജക്റ്റ് ചെയ്യുന്ന ലോ കാർബൺ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ ആ വർക്കെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുവഴി ആ പർട്ടിക്കുലർ ലാൻഡിൽ നിന്ന് എത്ര കാർബൺ റിഡക്ഷൻ നടത്തി എന്നുള്ളത് മെഷർ ചെയ്ത് അത് ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റി അത് കാർബൺ ക്രെഡിറ്റ് ആക്കി അത് ഒഫീഷ്യലി വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കൂടെ ലഭിക്കുന്ന പ്രോഫിറ്റിന്റെ പകുതി കർഷകരുമായി ഷെയർ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കർഷകന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു അഡീഷണൽ ഇൻസെന്റീവ് കൃഷി വഴി ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇതുവരേക്കും ഇത്രയും കാലം നമ്മൾ എന്തുമാത്രം ഈ ഒരു പ്രോജക്റ്റിൽ മുന്നേറിയിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ഏകദേശം 25,000-ഓളം ഫാർമേഴ്സിനെ നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്തു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി മാത്രം ഓൾ ഓവർ ഇന്ത്യയിലേക്ക് നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് 1 ലക്ഷം ഫാർമേഴ്സും അതുവഴി 2 ലക്ഷം ഹെക്ടേഴ്സുമാണ് നമ്മൾ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം $250 മില്യൺ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. ഇതിലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 80ഓളം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന മാപ്പ് മൈ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനി, അവരുടെ ഇന്ത്യൻ വിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമേഴ്സിനൊക്കെ എൻറോൾ ചെയ്യാൻ നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് യൂണിയൻ ഓഫ് ഇന്ത്യ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഈ 3 പ്രോജക്റ്റിലെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ലിക്വിഡ് ട്രീ. ഇതിന്റെ ഇമ്പോർട്ടൻസും വളരെയധികം വലുതാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും കാർബൺ എമിഷൻ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും വനവൽക്കരണം അല്ലെങ്കിൽ കൃഷി ചെയ്യൽ പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മെട്രോ സിറ്റീസിൽ നമുക്ക് കൃഷി ചെയ്യാനും മരങ്ങൾ വളർത്താനും പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ലിക്വിഡ് ട്രീ. ഇത് ഒരു 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മൈക്രോ ആൽഗേസിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ ആൽഗേസ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് കുഫോസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്, കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അവരുടെ ക്യാമ്പസിൽ തന്നെ ആദ്യത്തെ ലിക്വിഡ് ട്രീ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിക്വിഡ് ട്രീ ആണ്. അതിന്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. റിയൽ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു 1000 ലിറ്ററിൽ നമ്മൾ വളർത്തുന്ന മൈക്രോ ആൽഗേസ് മരങ്ങളെ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു. അത് രാത്രിയും പകലും ചെയ്യുന്നു. ഇത് ഏകദേശം 10 ആൽമരങ്ങൾക്ക് ഈക്വൽ ആണ് 1000 ലിറ്ററിന്റെ ലിക്വിഡ് ട്രീ എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു 10 ആൽമരം വളർന്നു വരുന്ന വലിയ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു 10 ആൽമരത്തിന് എത്രമാത്രം സ്പേസ് വേണം? ഇത് ഒരു 100 സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ ലിക്വിഡ് ട്രീ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജെന്യൂനിറ്റിക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു പ്രോജക്റ്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രോജക്റ്റ് ഹെഡ് ആയിട്ടുള്ള ലതീഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂ BBC ചാനൽ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ യൂട്യൂബിൽ ഇപ്പൊ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിന്ദു പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് വന്നു, മാതൃഭൂമി പേപ്പറിൽ വന്നു. അത്തരത്തിലൊക്കെ വലിയ രീതിയിൽ ഒരു എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ച ഒരു പ്രോജക്റ്റ് ആണ് ഈ ലിക്വിഡ് ട്രീ പ്രോജക്റ്റ്. മാത്രമല്ല ഇതിന്റെ ചെറിയ ഇൻഡോർ ഡിവൈസുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ബാംഗ്ലൂരിലാണ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ വീടുകളിൽ, സ്കൂളുകളിൽ അല്ലെങ്കിൽ എല്ലാ ഓഫീസുകള്, ജിമ്മ്, സിനിമാ തിയേറ്റർ, ഹോസ്പിറ്റൽസ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നല്ല ഓക്സിജൻ സപ്ലൈ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള ചെറിയ ഡിവൈസും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ്. ഇനി മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡീകാർബണൈസിങ് സ്റ്റേഷൻസ് ആണ്. ആദ്യത്തെ 2 പ്രോജക്റ്റും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാണ്ടാക്കാനാണെങ്കിൽ ഇത് കാർബൺ എമിഷൻ പുറന്തള്ളുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അതായത് IC എഞ്ചിൻസിന്റെ, പെട്രോൾ ഡീസൽ വെഹിക്കിൾസിന്റെ എഞ്ചിനിൽ ഒരു 50,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോൾ അതിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇത് എഞ്ചിന്റെ പെർഫോമൻസിനെ കുറയ്ക്കും, മൈലേജ് ഒക്കെ കുറയ്ക്കും. അപ്പൊ നമുക്കത് കാർബൺ ക്ലീൻ ചെയ്യുന്നത് ഓരോ 50,000 കിലോമീറ്ററിലും എഞ്ചിൻ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യൽ പ്രാക്ടിക്കൽ അല്ല, എക്സ്പെൻസീവ് ആണ്. ഇവിടെ നമ്മൾ എഞ്ചിൻ ഓപ്പൺ ചെയ്യാതെ തന്നെ ഡീകാർബണൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഡീകാർബണൈസിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്ന നമ്മളുടെ മൂന്നാമത്തെ പ്രോജക്റ്റ്. ഒരു സാധാരണ സ്കൂട്ടർ മുതൽ വലിയ ട്രക്ക് വരെ നമുക്ക് ഇതിൽ കൂടെ ഡീകാർബണൈസിങ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ പെട്രോൾ പമ്പുകളിലും അതുപോലെ തന്നെ ഹൈവേയുടെ സൈഡുകളിലെല്ലാം ഇത്തരത്തിലുള്ള
ഡീകാർബണൈസിങ് സ്റ്റേഷൻസിന്റെ ഫ്രാഞ്ചൈസികൾ ഓൾ ഓവർ ഇന്ത്യയാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ പ്രോജക്റ്റിൽ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ 3 പ്രോജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടായിരിക്കും. അപ്പോ ഈ 3 പ്രൊജക്റ്റുകളെയാണ് നമ്മൾ NFT ആക്കി മാറ്റിയിട്ടുള്ളത്. എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം, ഈ 3 പ്രൊജക്റ്റുകളെ നമ്മൾ ഒരു 60 ലക്ഷം ഷെയർസ് ആക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രൊജക്റ്റുകളെ നമ്മൾ ഒരു 60 ലക്ഷം NFTകളാക്കി ഫ്രാക്ഷനൈസ് ചെയ്തു, നമ്മൾ അതിനെ ഫ്രാക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്താണ് ഈ 60 ലക്ഷത്തിന്റെ കണക്ക്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ വില വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 പ്രോജക്റ്റുകളെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി വാല്യുവേഷൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യുവേഷൻ 3600 കോടി രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ 3600 കോടി രൂപ വാല്യുവേഷൻ ഉള്ള ഈ പ്രോജക്റ്റിനെ നമ്മൾ 60 ലക്ഷം NFT ആക്കി ഡിവൈഡ് ചെയ്ത് ഒരു NFT നമ്മൾ 60 USDT എന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റിലേക്ക് കൊണ്ടുവരാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് നമ്മളുടെ NFTയെ ബാക്കപ്പ് ചെയ്യുന്ന റിയൽ അസറ്റ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ NFTസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് ഇപ്പൊ സാധാരണഗതിയിൽ റിയൽ എസ്റ്റേറ്റിൽ ഇതൊരു എക്സാക്ട് കണക്കൊന്നുമല്ല, നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും, എന്നാലും ഒരു ഓവറോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു ആവറേജ് ആണ് ഈ പറയുന്ന പെർസെന്റേജ്. റിയൽ എസ്റ്റേറ്റിൽ ഇനി 2026 മുതൽ 2030 വരേക്കും നടക്കാൻ സാധ്യതയുള്ള കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5 മുതൽ 12% വരെയാണ്. ഗോൾഡിൽ വരാൻ പോകുന്ന കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 8% അല്ലെങ്കിൽ ഒരു മാക്സിമം 10% വരെ വന്നേക്കാം. EV ഇൻഡസ്ട്രി, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമുക്ക് വരാൻ പോകുന്ന കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 15 മുതൽ 25% വരെയാണ്. AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. അവിടെ പോലും നമുക്ക് 35% വരെയാണ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 2026 മുതൽ 2030 വരെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് കാർബൺ അസറ്റുകളുടെ അല്ലെങ്കിൽ കാർബൺ ബേസ്ഡ് NFTകളുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 45% വരെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞ 45% വരെ വളർച്ചാ സാധ്യതയുള്ള NFTs ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ടോട്ടൽ സപ്ലൈ 60 ലക്ഷമാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ ബാച്ച് ആയിട്ടുള്ള 1 ലക്ഷം NFTയുടെ സെയിൽസ് ആണ് നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മുന്നിലേക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇനി NFT വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ഗുണം? സി മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രോജക്റ്റ് വളരെയധികം ഗ്ലോബൽ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പ്രോജക്റ്റുകളാണ്. ഒരുപാട് എന്താ പറയാ, ഈ ESG അനലിസ്റ്റുകള്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സൗഹൃദപരമായിട്ട് അത്തരം മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്സും കമ്പനികളും എല്ലാം തന്നെ ഇത്തരം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് പോലെ, ഷെയർ അല്ല കേട്ടോ, എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ എന്ന് പറയുന്നേ ഉള്ളൂ. ഷെയറിനും NFTക്കും എന്താ പറയാ, ഡയറക്ട്ലി യാതൊരു ബന്ധവുമില്ല. എളുപ്പത്തിൽ ആ വേർഡ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അത്തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്, ഈ 3 പ്രോജക്റ്റുകളുടെയും ഒരു സ്കെയിലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ NFTസിന്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ NFTയുടെ സെയിൽസിൽ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഈ പ്രോജക്റ്റുകളുടെ സ്കെയിലിംഗ് തന്നെയാണ്. ഇപ്പൊ നമ്മളുടെ ഓരോ പ്രോജക്റ്റും, ഇപ്പൊ ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന ആദ്യത്തെ പ്രോജക്റ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാർമേഴ്സിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. 3500 ഏക്കറിൽ നിന്ന് 3000 കോടി രൂപയുടെ കാർബൺ ക്രെഡിറ്റ് അംബാനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ 2 ലക്ഷം ഹെക്ടേഴ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ 1 ലക്ഷം ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളാണ് അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത്. ഇത്തരത്തിലൊരു പ്രോജക്റ്റ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന സംവിധാനം. ഇപ്പം നല്ല ഓക്സിജന്റെ സപ്ലൈ കിട്ടാതിരിക്കുന്ന സാഹചര്യം എല്ലായിടത്തും ഉണ്ട്. ഡൽഹിയിലൊക്കെ അതിനുവേണ്ടി സമരം വരെ നടന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നല്ല ഓക്സിജൻ സപ്ലൈ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലിക്വിഡ് ട്രീ എന്ന് പറയുന്നത്. ഭാവിയിൽ പെട്രോൾ പമ്പുകളിൽ, അതുപോലെ തന്നെ സ്കൂൾസില്, ജിമ്മില്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും, ബസ് സ്റ്റാൻഡുകളിൽ, ഓരോ കമ്പനികളും അവരുടെ എൻട്രൻസിലൊക്കെ ഇത്തരത്തിൽ ലിക്വിഡ് ട്രീ പ്രോജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിൽ നമ്മളുടെ ഈ രണ്ടാമത്തെ പ്രോജക്റ്റും സ്കെയിൽ ചെയ്യപ്പെടും. മൂന്നാമത്തത് നിർബന്ധമായും ആവശ്യമുള്ളതാണ്. കാരണം എന്തുമാത്രം EV വെഹിക്കിൾസ് വന്നാലും നമുക്ക് ഒരിക്കലും പെട്രോൾ ഡീസൽ എഞ്ചിൻസിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല, പെട്ടെന്ന് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് ഡീകാർബണൈസിങ് സ്റ്റേഷൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇപ്പൊ ഈ NFTയുടെ സെയിൽസ് വഴി ഈ പ്രോജക്റ്റുകളുടെ സ്കെയിലിംഗ് നടക്കുന്നു. ഇത് വിസിബിൾ
വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അല്ലാണ്ട് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ മാത്രം എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ലിക്വിഡ് ട്രീ കാണാൻ പറ്റും, ഫാർമേഴ്സിന്റെ പ്രൊജക്ട് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുമായിട്ട് അതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും, ഡീകാർബണൈസിങ് സ്റ്റേഷൻസ് കാണാൻ പറ്റും. സോ ഇത്തരത്തിൽ വിസിബിൾ ആയിട്ട് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട് ക്ലൈമറ്റ് ഫിനാൻസിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന കമ്പനികളുടെ NFTസിന്റെ വില വർദ്ധിക്കുന്നത് ഈ പറഞ്ഞ 40% അല്ല, വളരെ വലിയ രീതിയിൽ നമുക്കത് വില കൂടി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ NFT അതിന്റെ ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മള് സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പോ ഓരോ സമയത്തും ഓരോരോ മേഖലകളിൽ വന്നിട്ടുള്ള വളർച്ച, അതിന്റെ ഒന്ന് രണ്ട് കമ്പാരിസൺ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി. ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി 1981 നാരായണമൂർത്തിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാരായണമൂർത്തിയുടെ ഭാര്യയായിട്ടുള്ള സുധാ നാരായണമൂർത്തിയുടെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിച്ച 10,000 രൂപ കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. പക്ഷെ അവരുടെ വിഷൻ വലുതായിരുന്നു. തുടങ്ങുമ്പോൾ ആ കമ്പനി വളരെ ചെറുതായിരുന്നു, വെറും 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കമ്പനിയാണ്. പക്ഷെ വിഷൻ വളരെ വലുതായിരുന്നു. ഈ ലോകത്തിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയിലേക്കാണ്, IT മേഖലയിലേക്കാണ് അവര് കടന്നു വന്നത്. അതിന്റെ ഭാഗമായി തന്നെ ആ കമ്പനി വളരെ പെട്ടെന്ന് വലിയ രീതിയിൽ വളരാൻ തുടങ്ങി. 93 അവര് ഷെയർസ് IPO ലിസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് അതിന്റെ വില എന്ന് പറയുന്നത് വെറും 95 രൂപയായിരുന്നു പ്രാരംഭ വില. ഓക്കെ, പിന്നീട് അത് IPO ലിസ്റ്റിംഗ് കഴിയുന്ന സമയത്ത് 145 രൂപയിലേക്കൊക്കെ കയറി വന്നെങ്കിലും പ്രാരംഭ വില 95 രൂപ മാത്രമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ പ്രൈസ് ക്രമാനുഗതമായിട്ട് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ 93 മുതൽ അവരുടെ ഷെയർ ലിസ്റ്റിംഗ് നടത്തിയ സമയത്ത് 1 ലക്ഷം രൂപയ്ക്ക് ഒരാള് ഇതിന്റെ ഷെയർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. 1 ലക്ഷം രൂപയ്ക്ക് ഒരാൾ 93 ഇൻഫോസിസിന്റെ ഷെയർ വാങ്ങിച്ചു. ആ ഷെയർസിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് അറിയോ? 125 കോടി രൂപയാണ് സുഹൃത്തുക്കളെ. വെറും 1 ലക്ഷം രൂപ 93 മുതൽ ഇത്രയും വർഷം കൊണ്ട് 125 കോടി രൂപയായി ഒന്നും ചെയ്യാതെ വളർന്നു എന്നുള്ളതാണ്. ഈ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആള് ഇൻഫോസിസുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല, അയാൾക്ക് ഒന്നും അറിയില്ല, ഇൻഫോസിസ് ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് പോലും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പണം അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് ആ 1 ലക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ 125 കോടി രൂപയായി മാറി. ഇനി അന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, അന്ന് വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഇന്നത്തെ 12 കോടി രൂപയായിട്ട് മാറിയേനെ. ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വാരൻ ബഫറ്റിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കോട്ട്, നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ വെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ മാത്രം ആക്റ്റീവായിട്ട് പണം സമ്പാദിച്ചാൽ പോരാ. നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി അഗെയിൻ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് സേഫ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യണം. അത്തരത്തിൽ 93 ഇൻഫോസിസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയാണ് അതിന്റെ കുറച്ചും കൂടെ മുൻപ് നമുക്കൊക്കെ അറിയുന്ന മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സിന്റെ കമ്പനി മൈക്രോസോഫ്റ്റ്. 86 മൈക്രോസോഫ്റ്റ് അവരുടെ IPO ലിസ്റ്റിംഗ് നടത്തുന്നത്. 86 IPO ലിസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് അതിന്റെ വില വെറും 6 രൂപ പോലും ഇല്ല കേട്ടോ. $0.06 ആയിരുന്നു മൈക്രോസോഫ്റ്റിന്റെ പ്രാരംഭ അതിന്റെ IPO ലിസ്റ്റിംഗിന്റെ സമയത്ത് ഷെയർസിന്റെ വില. അപ്പൊ അന്ന് നമ്മളൊരു എന്താ പറയാ, ഈ പറഞ്ഞതുപോലെ ഒരു വെറും 10,000 രൂപയ്ക്ക് 86 മൈക്രോസോഫ്റ്റിന്റെ ഷെയർ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ അത് 60 കോടി രൂപയാവും. 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്നത് 600 കോടി രൂപയാണ്. അപ്പോ ആലോചിച്ച് നോക്കൂ മൈക്രോസോഫ്റ്റിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇനി അത് മാത്രമാണോ? MRF എന്ന് പറയുന്ന കമ്പനി ഇതേ 93 അവരുടെ IPO ലിസ്റ്റിംഗ് നടന്നത്. 10 രൂപയായിരുന്നു MRFന്റെ ഷെയറിന്റെ വില. ഇന്നത്തെ വില 1.5 ലക്ഷം രൂപയാണ്. അതായത് അന്ന് ഇതുപോലെ ഒരു 10,000 രൂപയ്ക്ക് ഒരു 1000 ഷെയർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോ അത് 15 കോടി രൂപയാണ്. MRFന്റെ ഷെയറിന്റെ വില അത്രയധികം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഓക്കെ, പക്ഷെ 2010 ശേഷം ഷെയർസിൽ ഇങ്ങനെ വലിയൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വന്നിട്ടില്ല. കാരണം അവിടെ അതേ ഗ്രോത്ത് കൊടുത്ത മറ്റൊരു ഇൻഡസ്ട്രി കയറി വന്നു, അതാണ് ക്രിപ്റ്റോ കറൻസി. 1990 ആ സമയത്താണ് ക്രിപ്റ്റോ കറൻസിയിലെ ഏറ്റവും ആദ്യത്തെ കോയിനായിട്ടുള്ള ബിറ്റ് കോയിൻ, 90 അല്ല 2008 2009 കാലഘട്ടത്തിലാണ് ബിറ്റ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന ആൾ. അന്ന് ചിലപ്പോ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെ കയ്യിലേക്കും ബിറ്റ് കോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി 2008-2009 പറഞ്ഞില്ലെങ്കിൽ പോലും 2010-11-12 കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പേഴ്സണലി ഒരു വ്യക്തി 2012 5000 രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പറഞ്ഞാണ്. 2012 എനിക്ക് തോന്നുന്നു $13 $14 മറ്റേ ആയിരുന്നു 2013 ബിറ്റ് കോയിന്റെ വില. അതായത് 5000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു
2.5 ബിറ്റ് കോയിൻ അന്ന് കിട്ടുമായിരുന്നു 5000 രൂപയ്ക്ക്. അപ്പോ അന്ന് 2.5 ബിറ്റ് കോയിൻ 5000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ അത് 5 കോടി രൂപയാണ്. ഓക്കെ, അത്രയും വലിയ ഗ്രോത്ത് ഉണ്ടായി. ഇനി ഇതില് തന്നെ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ബിറ്റ് കോയിൻ 2010-ലോ 2011-ലോ ഒക്കെ അല്ലെങ്കിൽ വേണ്ട ഒരു 12-ല് നമ്മളൊരു 10,000 രൂപയ്ക്ക് അന്ന് ബിറ്റ് കോയിൻ വാങ്ങിച്ചിരുന്നെങ്കിൽ, വെറും 10,000 രൂപയ്ക്ക്, അന്ന് $10 ഉള്ളൂ, ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് 125 കോടി രൂപയായിട്ട് മാറിയേനെ. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. എന്തുകൊണ്ട് വാങ്ങിച്ചില്ല? ഒരു പക്ഷേ നമ്മളെ ഇതുപോലെ കമ്പൽ ചെയ്ത് വാങ്ങിക്കാൻ ആരും വന്നിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളത് ഒരു കാരണമായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് 2012-ലെ കാര്യമാണെങ്കിൽ അതിനും കുറച്ചും കൂടെ ശേഷം ക്രിപ്റ്റോ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് 2015-16 ആയ സമയത്ത്. ആ സമയത്താണ് എത്തേറിയം ബ്ലോക്ക് ചെയിൻ, ഈ ബിറ്റ് കോയിന്റെ ബ്ലോക്ക് ചെയിനിലുള്ള ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വന്നതാണ് എത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ. അവരുടെ യൂട്ടിലിറ്റി കോയിൻ ആയിരുന്നു ഈത്തർ എന്നറിയപ്പെടുന്ന ETH. 2015-ൽ അതിന്റെ വില എന്ന് പറയുന്നത് വെറും 30 സെന്റ് ആയിരുന്നു. 30 സെന്റിനാണ് ETH ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അന്ന് 30 സെന്റിന് നമ്മൾ ഒരു 10,000 രൂപയ്ക്ക് 2015-ല് ETH കോയിൻ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അത് ഏകദേശം 15 കോടി രൂപയുടെ അടുത്ത് ഇന്നും അതിന്റെ വിലയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ മിസ് ചെയ്തു. അതുപോലെ തന്നെ BNB വന്നു. ബൈനാൻസ് സ്മാർട്ട് ചെയിനിന്റെ ഏറ്റവും യൂട്ടിലിറ്റി കോയിൻ ആയിട്ടുള്ള BNB വന്നു. അതും ഇതുപോലെ വളരെ ചെറിയ എമൗണ്ടിനാണ് അന്നത്തെ കാലത്ത് വന്നത്, അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വന്നത്. പക്ഷെ നമ്മൾ അതും വാങ്ങിച്ചില്ല. ഇനി അതൊക്കെ പോട്ടെ, ഏറ്റവും കൂടുതൽ വളർച്ച വന്നിട്ടുള്ള 2020-ന് ശേഷം, കൊറോണയ്ക്ക് ശേഷം സൊളാനയ്ക്കാണ് ഭയങ്കര ഒരു ഗ്രോത്ത് വന്നത്. സൊളാന ബ്ലോക്ക് ചെയിൻ വന്നു. അന്ന് 50 സെന്റിലായിരുന്നു, $0.50 സൊളാന കോയിൻ ആദ്യമായിട്ട് കിട്ടിയിരുന്നത്. അന്ന് നമ്മൾ ഇത് പറഞ്ഞ പോലെ ഒരു 10,000 രൂപയ്ക്ക് സൊളാന കോയിൻ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് അത് 50 ലക്ഷം രൂപയായി. വെറും 5 വർഷം കൊണ്ട് 10,000 രൂപ 50 ലക്ഷം രൂപയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രോത്ത് ഓരോ സമയത്തും ഇത്തരത്തിൽ ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ NFT-യുടെ സാധ്യത വരുന്നത്. ഇനി ക്രിപ്റ്റോയിലെ കോയിനുകളിലും ടോക്കണുകളിലും അത്ര വലിയൊരു ഗ്രോത്ത് ഒരു പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ NFT-യിലേക്കാണ് കൂടുതൽ ആളുകൾ. ഇപ്പൊ ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് NFT-യിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. റാരിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം NFT-യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ പല മലയാള സിനിമാ മേഖലയിലുള്ള ആളുകളും, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദനൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ NFT-യിലേക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ കയ്യിലൊക്കെ ഒരുപാട് കളക്റ്റബിൾ ആയിട്ടുള്ള NFTs, വലിയ എമൗണ്ടിന്റെ NFTs അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല സെലിബ്രിറ്റീസും ഇന്ന് NFT-സിലേക്കാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം NFT എന്ന് പറയുന്നത് ഒരു ഊഹക്കച്ചവടത്തിൽ കൂടെ മാത്രം വില ഉയരുന്ന ഒന്നല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു റിയൽ അസറ്റ് ആണ്. അത് റിയൽ അസറ്റിന്റെ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ആണ് ഓരോ NFT-യും. അതിലെ തന്നെ പ്രൊജക്ട് ബേസ്ഡ് NFT ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 2 സാധ്യതകളാണുള്ളത്. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ശ്രദ്ധിച്ചു നോക്കുക, എവിടേക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യുന്ന കമ്പനികൾ എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നത്തിന്, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കമ്പനികളാണ് എപ്പോഴും വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓയോ എന്ന് പറയുന്ന കമ്പനി വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം നമുക്ക് പല നാടുകളിലും പോയി കഴിഞ്ഞാൽ എവിടെ താമസിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ഇരുന്ന ഇരിപ്പിൽ നമ്മളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് റൂം ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത കമ്പനിയാണ് ഓയോ. അതുകൊണ്ടാണ് ഓയോ ഇത്രയധികം വലിയ ഗ്രോത്ത് ഉണ്ടായത്. അതുപോലെ ഊബർ എന്ന് പറയുന്ന ടാക്സി സർവീസ് ഇതേ പറഞ്ഞ പോലെ ഒരു ടാക്സി ലഭിക്കാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഊബർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഊബർ വലുതായത്. ആമസോൺ അങ്ങനെ വലുതായ കമ്പനിയാണ്. കാരണം ഷോപ്പിംഗ് ചെയ്യാൻ, ഇരുന്ന ഇരിപ്പിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഷോപ്പിംഗ് നടത്തുമ്പോൾ പല സാധനങ്ങൾക്കും പല പല കടകളിൽ കയറി ഇറങ്ങേണ്ട പ്രശ്നങ്ങളെ എലിമിനേറ്റ് ചെയ്ത ഒരു സംവിധാനമാണ് ആമസോൺ. അതുകൊണ്ടാണ് ആമസോൺ വലുതായത്. ഇങ്ങനെ എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ആ പ്രോബ്ലത്തിനെ എലിമിനേറ്റ് ചെയ്യുന്ന കമ്പനികൾ എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ അല്ല, മനുഷ്യന്മാരെ അല്ല, എൻറ്റയർ ഗ്ലോബ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം ആണ് ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഈ ഒരു പ്രശ്നം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം. അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രൊജക്റ്റിലേക്ക് നേരിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ NFT വഴി നമുക്ക് കമ്പനി ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രോബ്ലത്തിനെ എലിമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ കമ്പനി തീർച്ചയായിട്ടും വലിയ രീതിയിൽ സക്സസ് ആവും. ആ സക്സസ് നമ്മുടെ കയ്യിലുള്ള NFT-ക്കും വലിയ രീതിയിലുള്ള സക്സസിനെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന്
ഈ NFT നമ്മളെ കൊണ്ട് എത്രമാത്രം വാങ്ങിക്കാൻ പറ്റുമോ അത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അത് ഒരു NFT ആണെങ്കിൽ ഒരു NFT, 10 NFT ആണെങ്കിൽ 10 NFT, 100 NFT ആണെങ്കിൽ 100 NFT, 1000 NFT വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ 1000 NFT വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന NFT ഇനി ഇത് നമ്മൾ ഇതുപോലെ 10, 20, 30 വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ NFT വാങ്ങിക്കുന്ന നമ്മൾക്ക് കൃത്യം 4 or 5 മാസത്തിനുള്ളിൽ നമ്മൾ ഇത് ഓപ്പൺസി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് ലിസ്റ്റ് ചെയ്യും. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് $60 NFT നിങ്ങൾക്ക് $120 ഏറ്റവും കുറഞ്ഞത് $120 വിൽക്കാൻ പറ്റും. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് വിറ്റിട്ട് ലാഭം കിട്ടുന്നതിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് അർജന്റ് ആണെങ്കിൽ 4 മാസം കഴിഞ്ഞാലും വിൽക്കാം. 4 മാസം കഴിഞ്ഞ് വിറ്റാലും ഡബിൾ പ്രൈസിന് വിൽക്കാനായിട്ട് സാധിക്കും. അല്ല കുറച്ച് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് $300 മാറുന്ന 5 ഇരട്ടി ആവുന്ന കാലം വിദൂരത്തിലല്ല. 10 ഇരട്ടിയായി $600 എത്തുന്നതും വിദൂരത്തിലല്ല. ഇത് $6000 വരെ 1000 ഇരട്ടിയായി മാറാനുള്ള സാഹചര്യവും ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് ചെയ്യാം. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഈ NFT വാങ്ങി ഈ 5 മാസം ഞാൻ വെറുതെ ഇരിക്കണോ, അത്തരം ഒരു പ്രോബ്ലം ഇല്ല. അവിടെ നമുക്കൊരു കോമ്പൻസേഷൻ ഇൻകം കമ്പനി തരുന്നുണ്ട്, ഒരു ഡിവിഡൻഡ് പോലെ. നമ്മൾ 2 NFT മുതൽ 9 NFT വരെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു 1% നമുക്ക് സ്റ്റേക്കിംഗ് റിട്ടേൺസ് ആയിട്ട് മാസാമാസം തന്നുകൊണ്ടിരിക്കും. ഇനി 10 NFT മുതൽ 49 NFT വരെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനും നമുക്ക് റിട്ടേൺസ് തരുന്നുണ്ട്. ആ റിട്ടേൺസ് എന്ന് പറയുന്നത് 2% പെർ മന്ത് ആണ്. 50 NFT മുതൽ 99 NFT വരെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 3% മാസാമാസം നമുക്ക് തരുന്നുണ്ട്. ഇനി 100 NFT നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 5% മന്ത്ലി റിട്ടേൺസും തരുന്നുണ്ട്. ഓക്കെ, ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ആവറേജ് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ 7% നമുക്ക് റിട്ടേൺസ് ആനുവലി തരുന്നെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് തന്നെ 12% തരുന്നുണ്ട്. നമുക്കൊരു 100 NFT വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇയർലി കണക്കാക്കുമ്പോൾ 60% നമുക്ക് കിട്ടുന്ന റിട്ടേൺസ്. ഈ വില കൂടുന്നതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെ കുറിച്ചാണ് ഈ സ്റ്റേക്കിംഗ് റിട്ടേൺസിൽ കൂടെ പറഞ്ഞത്. അപ്പോ ഇന്ന് നമ്മൾ ബിറ്റ്കോയിൻ മിസ് ചെയ്തു, ഇൻഫോസിസിന്റെ ഷെയർ മിസ് ചെയ്തു, മൈക്രോസോഫ്റ്റിന്റെ ഷെയർ മിസ് ചെയ്തു, MRFന്റെ ഷെയർ മിസ് ചെയ്തു, TCSന്റെ ഷെയർ മിസ് ചെയ്തു. ഇതൊന്നും പ്രശ്നമല്ല. ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കാർബൺ NFT വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുക അത് വാങ്ങിച്ചു വയ്ക്കാം. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് വിൽക്കണം എന്നുള്ളവർക്ക് ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 100 NFT വാങ്ങിച്ചു, ഇന്ന് $6000 ആണ് അതിന്റെ വില വരുന്നത്. ഇത് നമ്മൾ 4-5 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ സീയിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് $120 ലിസ്റ്റിംഗ് വരുന്നെങ്കിൽ 50 NFT വിറ്റാൽ തന്നെ നമ്മളെ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാം. ബാക്കി 50 NFT ഹോൾഡ് ചെയ്താൽ അത് ഭാവിയിൽ നമ്മുടെ മകളുടെ കല്യാണത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മക്കളുടെ എന്താ പറയാ അവരുടെ ഹയർ സ്റ്റഡീസിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വീട് വെക്കാൻ, ഇങ്ങനെ ഒരു വലിയ അസറ്റ് ആയിട്ട് നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാർബൺ NFT നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. സോ സുഹൃത്തുക്കളെ, ഇതിനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് സമയം കുറച്ച് അതിക്രമിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കാർബൺ ക്രൗഡ് LLC എന്ന് പറയുന്ന ഈ കമ്പനി കാർബൺ NFT വാങ്ങിക്കാൻ വേണ്ടി തരുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. അതുവഴി ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാം അറിയാലോ. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് കാർബൺ NFTയുടെ സാധ്യത, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അത് നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തുക. ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയാണോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എത്രയാണോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക അത്ര NFT വാങ്ങിക്കുക, അത് ഹോൾഡ് ചെയ്യുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിറ്റുകൊണ്ട് നമ്മുടെ പൈസ തിരിച്ചെടുക്കുക. അത്തരം ഓപ്പർച്യൂണിറ്റീസിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ എന്നും കൂടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇതിലൊരു വലിയ ബിസിനസ് അവസരം കൂടി ഉണ്ട്. കാരണം ഇതൊരു അഫിലിയേഷൻ മോഡലിലാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിലേക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയ ബിസിനസ് അവസരം കൂടി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ്സ് നാളെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതറിയണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് നാളത്തെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. അതൊരു 1/2 മണിക്കൂറിന്റെ ഒരു സെഷൻ മാത്രമായിരിക്കും. നാളെ നമ്മൾ ഈ പ്രൊജക്റ്റുകളെ കുറിച്ച് പറയുന്നില്ല, എന്താണ് ആ ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രം പറയുന്നുണ്ടാവും. സോ താല്പര്യമുള്ള ആളുകൾക്ക് നാളത്തെ പ്രോഗ്രാമിലേക്കും പങ്കെടുക്കാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്, ഈ ഒരു പ്രസന്റേഷൻ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ അവസരം തന്ന കമ്പനിക്കും ഇതിന്റെ നമ്മുടെ ഗ്ലോബൽ പ്രൊമോട്ടർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റീജേഷ് സാറിനും അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റ് ഹെഡ് ആയിട്ടുള്ള ലതീഷ് സാറിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓവർ ടു യു ജോജോ സർ.